ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 142. മുസ്ലിം ഉമ്മത്തിൽ മുൻ സമുദായക്കാരോടുള്ള അനുകരണം അത് സംബന്ധിച്ചാണ് ഈ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മുസ്ലിം ഉമ്മത്തിൽ വസനുകൾ, ബിംബങ്ങൾ ആരാധിക്കുന്ന, ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യുന്ന, ആരാധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും എന്ന നബിവചനവുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദീകരണം. കിതാബ് തൗഹീദിൽ നിന്നുള്ള ഭാഗം അൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ഹദവൽ ഖുദ്ദതി ബിൽ ഖുദ്ദതി ഹത്താ ലൗ ദഖലു ഹുജ്റ ദബ്ബിൻ ലദഖൽതുമൂഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തത്തബിഉന്ന, നിശ്ചയം നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും, സനന, ചര്യകളെ, സുനന എന്നാണെങ്കിൽ സനന എന്ന് പറയുന്ന വഴികളെ, തുറുക്ക്, സുനന എന്നാണെങ്കിൽ ചര്യകളെ, രണ്ടാണെങ്കിലും ആശയം ഒന്ന് തന്നെ. മൻകാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ, അതായത് യഹൂദി നസാറാക്കളുടെ ചര്യകളെ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ഹദവൽ ഖുദ്ദതി ബിൽ ഖുദ്ദതി, അതായത് അമ്പിന്റെ തൂവലുകൾ മറ്റൊന്നിനോട് ഒത്തു നിൽക്കുന്നത് പോലെ, അതായത് അപ്പടി തന്നെ എന്നർത്ഥം. മുൻ സമുദായക്കാരുടെ അനാചാരങ്ങൾ അപ്പടി തന്നെ നിങ്ങൾ പിന്തുടരും. ഹത്താ, ഏതുവരെ, ലൗ ദഖലു, അവർ പ്രവേശിച്ചാൽ, ഹുജ്റ ദബ്ബിൻ ലദഖൽതുമൂഹു, അതായത് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ, പൊത്തിൽ, ദബ്ബ് എന്ന് പറഞ്ഞാൽ ഉടുമ്പ്, ഹുജ്റ് പൊത്ത്, മാളം, അതിൽ അവർ പ്രവേശിച്ചാൽ നിശ്ചയം നിങ്ങളും പ്രവേശിക്കും. ആരു, അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഉദ്ദേശിച്ചത് അൽ യഹൂദ വൻ നസാറ, യഹൂദി നസാറാക്കളെയാണോ മുമ്പുള്ളവർ എന്ന് പറഞ്ഞാല്? കാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, അല്ലാതെ പിന്നാരാ, എന്നാൽ യഹൂദി നസാറാക്കൾ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് അവരുടെ ബിദ്അത്തുകളെ, അവർ ദീനിൽ കൊണ്ടുവന്ന ബിദ്അത്തുകളെയൊക്കെ നിങ്ങളും പിന്തുടരും എന്ന് മുസ്ലിം ഉമ്മത്തിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്. ഹത്താ ലൗ ദഖലു ഹുജ്റ റബ്ബിൻ ലദഖൽതുമൂഹു എന്ന് പറഞ്ഞല്ലോ. അതിൽ ഹുജ്റു, അതില് ജുഹർ എന്നാണ്, ജുഹർ എന്നാണ്, ഹുജ്റ അല്ല. ജുഹർ എന്ന് പറഞ്ഞാൽ അസ്സറബുല്ലദി യകൂനു ഫിൽ അർദ്, ഭൂമിയിൽ ഉണ്ടാകുന്ന മാളം, അതിൽപ്പെട്ടാണ് ജുഹറു ദബ്ബ്, ഉടുമ്പിന്റെ മാളം. ലിഅന്നഹു യഹ്ഫിറു ജുഹറൻ മിൻ അഅ്സരിൽ ജുഹൂരി, ആ ഉടുമ്പ് എന്ന് പറയുന്ന സാധനം അത് എന്ത് ചെയ്യും, ഏറ്റവും പ്രയാസമേറിയ, കോംപ്ലിക്കേറ്റഡ് ആയ, സങ്കീർണമായ പൊത്തുകൾ ആണ് ഉണ്ടാക്കുക. ഉടുമ്പിന്റെ പൊത്ത്, മാളം. അപ്പൊ അതോടൊപ്പം തന്നെ ലൗ ദഖലഹുൽ യഹൂദു വൻ നസാറ, അങ്ങനെ പ്രയാസകരമായ പൊത്തിൽ യഹൂദി നസാറാക്കൾ അവർ പ്രവേശിച്ചാൽ, ലക്കാന ഫീ ഹാദിഹിൽ ഉമ്മത്തി മൻ യഫ്അലു ദാലിക തഖ്ലീദൻ ലഹും, അവരനുകരിച്ചുകൊണ്ട് പിന്നെ ഈ ഉമ്മത്തിൽ യഹൂദി നസാറാക്കളെ അനുകരിക്കുന്ന വിഭാഗം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അത് അനാചാരങ്ങൾ അവരുടെ ദീനിൽ കടത്തിക്കൂട്ടിയത് ഇസ്ലാം ദീനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടര് ഉണ്ടാകും, അത് എത്ര പ്രയാസമേറിയതോ സങ്കീർണമായതൊക്കെ ആണെങ്കിൽ പോലും എന്ന്. വഖദ് വഖഅ മാ അഖ്ബറ ബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിയിച്ച കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഫത്തഖ്ലീദ് വത്തശബ്ബുഹ് ബിൽ കുഫാരി ഖായിമുൻ അലാ ഖദമിൻ വസാഖിൻ ബിഅത്ഫഹിൽ അഷ്യാഇ വഅഹ്ഖറിൽ അഷ്യാഇ. അപ്പോൾ ഇത് ഏറ്റവും നിസ്സാരമായ അത്ഫഹ്, അതേപോലെ അഹ്ഖർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും നിസ്സാരമായ, തുച്ഛമായ കാര്യങ്ങളിൽ, ഏറ്റവും സില്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്ത്? തശബ്ബുഹും തഖ്ലീദും, കുഫാറുകളോട്, കാഫിറുകളോട്, സത്യനിഷേധികളോട് തഖ്ലീദ് അനുകരിക്കുക, തശബ്ബുഹ് സദൃശമാവാൻ, ഇതൊക്കെ അല ഖദമിൻ വസാഖ് എന്ന് പറഞ്ഞത്, എന്നാൽ അത് സജീവമായിട്ട് അത് അപ്പടി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന്. ഇനി എന്താണ്
എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവര് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നു. അവരുണ്ടല്ലോ, അവര് ബുദ്ധിമാന്മാരാണ്, ബുദ്ധിജീവികളാണ് എന്ന് ഈ തുടരപ്പെടുന്ന ആളുകൾ കാണുന്നു, മനസ്സിലാക്കുന്നു. നമ്മൾ കാണുന്ന ഒരു കാര്യമാണത്. ഇപ്പൊ ബ്രിട്ടീഷുകാരെ നമ്മളെല്ലാ കാര്യത്തിലും പിന്തുടരുന്നു. പലപ്പോഴും പല മോഡലിലും പല കാര്യങ്ങളിലും ബ്രിട്ടീഷുകാരെ പിന്തുടരുന്നു. അവരുടെ ഡ്രസ്സിംഗ് ആണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും. അവര് സംസ്കാരത്തിന്റെയും പുരോഗതിയുടെയും ആളുകളാണ് എന്ന് നമ്മൾ പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ അത് പിന്തുടരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അവരെ പിന്തുടരുന്നു എന്നതാണ്. ഈ ഹദീസ് ഒരു ഖബറാണെങ്കിലും അത് നഹിയുടെ സ്ഥാനത്താണുള്ളത്. നഹിയുടെ സ്ഥാനത്തുള്ള ആശയത്തിലുള്ള ഖബറാണ്, പ്രസ്താവനയാണ്. നിങ്ങൾ പിന്തുടരരുത് എന്ന അർത്ഥത്തിലാണ് എന്ന്. യഹൂദി നസാറാക്കളോട് നിങ്ങൾ സദൃശമാകരുത് എന്നാണ് ഇതിന്റെ ആശയം. വലാ തുഖല്ലിദുഹും, അവരെ നിങ്ങൾ അനുകരിക്കരുത്. വഖദ് ജാഅ അൻ-നഹ്യു അനി തശബ്ബുഹി ബിഹിം, അവരോട് സദൃശമാകുന്നതിനെ സംബന്ധിച്ച് നിരോധനം നിലവിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനം, ലാ തശബ്ബഹു ബിൽ യഹൂദി വൻ നസാറ, യഹൂദികളോടും നസാറാക്കളോടും നിങ്ങൾ തശ്ബീഹ് ആവരുത്. വഖൗലിഹി വമൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതൊരു സമൂഹത്തോട് നിങ്ങൾ തശബ്ബുഹാകുന്നുവോ സദൃശമാകുന്നുവോ അവൻ അവരിൽപ്പെട്ടവനാണ്. ഒരാള് ആരൊരുത്തൻ സദൃശമാകുന്നുവോ അവൻ അവരിൽപ്പെട്ടവനാണ്. വശാഹിദു മിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ നിന്നുള്ള ഷാഹിദ് വാദിഹൻ വ്യക്തമാണ്. അൻഹു യകൂനു ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിശ്ചയം ഉണ്ടാകും. മൻ യതശബ്ബഹു ബിൽ യഹൂദി വൻ നസാറ ഫീ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും യഹൂദി നസാറാക്കൾ സദൃശമാകുന്നവർ. വൽ യഹൂദു വൻ നസാറ യഅമലൂന ശിർക, യഹൂദി നസാറാക്കൾ ശിർക്ക് പ്രവർത്തിക്കുന്നു. ഫലാ ബുദ്ദ അൻ യൂജദ ഫീ ഹാദിഹിൽ ഉമ്മത്തി മൻ യഅമലു ശിർക മിസ്ലഹും സവാഅൻ ബിസ്സവാ, അതിന് തത്തുല്യമായിട്ട് ശിർക്ക് പ്രവർത്തിക്കുന്നവർ ഈ ഉമ്മത്തിൽ ഉണ്ടാവൽ. അപ്പോ അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും, കാരണം നബി പറഞ്ഞതാണല്ലോ. അതെ, അൽ യഹൂദു വൻ നസാറ ബനൂ അലൽ ഖുബൂർ, യഹൂദികൾ നസാറാക്കൾ ഖബറുകൾക്ക് മേൽ എടുപ്പുകൾ എടുത്തു. ഫയഖദു മിൻ ഹാദിഹിൽ ഉമ്മത്തി മൻ യബ്നി അലൽ ഖുബൂരി തശബ്ബുഹൻ ബിഹിം, അപ്പൊ ഈ ഉമ്മത്തിലും മുസ്ലിം ഉമ്മത്തിലും ഖബറുകൾക്ക് മേൽ എടുപ്പുകൾ എടുക്കുന്നവരെ ഉണ്ടായി, അവരോട് സദൃശമായിട്ട്. വൻ നസാറ യഅമലൂന ഈദൽ മൗലിദ്, മൗലിദ് ആഘോഷം നസാറാക്കൾ ജന്മദിനാഘോഷം കൊണ്ടുവന്നു. ലിൽ മസീഹ് അലൈഹിസ്സലാം, മസീഹ് അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിന്റെ ജന്മദിനാഘോഷം. ഫയൂജദു ഫീ ഹാദിഹിൽ ഉമ്മ മൻ യഅമലു ഈദൽ മൗലിദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തശബ്ബുഹൻ ബിൻ നസാറ, ഇപ്പൊ നസാറാക്കളോട് സദൃശമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടാടുന്ന രീതി ഈ ഉമ്മത്തിൽ നിലവിൽ വന്നു. അത് യഥാർത്ഥത്തിൽ ഇസ്ലാം അല്ല, പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെ കൊണ്ടുവന്നു. അത് നസാറാക്കളോട് സദൃശമാവരാണ്. ക്രിസ്മസ് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്തു? നബിദിനം കൊണ്ടാടാൻ തുടങ്ങി എന്ന്. കമാ ഉജിദ ഫിൽ യഹൂദി വൻ നസാറ മൻ യഹ്ലിഖു ലിഹ്യതഹു വയഫിർ ശാരിബഹു, അപ്രകാരം തന്നെ യഹൂദി നസാറാക്കളിൽ താടി വടിക്കുന്നവരും, താടി മുണ്ടനം ചെയ്യുക അല്ലെങ്കിൽ വടിക്കുന്നവരും, മീശ വളർത്തുന്നവരും നമ്മൾ കാണപ്പെടുമ്പോൾ അപ്രകാരം തന്നെ താടി വടിക്കുകയും മീശ വളർത്തുകയും ചെയ്യുന്നവർ ഈ ഉമ്മത്തിലും കാണപ്പെടും. അപ്പോൾ ഇതിൽ നിന്നുള്ള സാക്ഷ്യം അപ്പൊ യഹൂദി നസാറാക്കളിൽ അവരോട് സദൃശമായിട്ടുള്ള ആളുകൾ ഈ ഉമ്മത്തിലും ഉണ്ടാകും, അല്ലാഹു അസ്സ വജല്ല ശിർക്ക് ചെയ്യുന്ന വിഷയത്തിൽ എന്നതാണ് ഇതിന്റെ സാക്ഷ്യം, ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ട സാക്ഷ്യം. അവർ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിനെ കൂടാതെയുള്ള റബ്ബുകളാക്കിയും ഈസബിന് മറിയം അല്ലെങ്കിൽ മസീഹിന് മറിയം അലിഹസ്സലാമിന്റെ പുത്രൻ മസീഹ് ഈസ അലിസ്സലാമിനെയും അവർ റബ്ബാക്കി. അപ്പോൾ ഇമാമുകളുടെ വിഷയത്തിൽ ഉലുവ്, അമിതത്വം കാണിക്കുന്നവർ ഈ ഉമ്മത്തിലും കാണപ്പെടും, അത് അങ്ങനെ ഉണ്ടാവും എന്നാണ്. അള്ളാഹുവിനെ കൂടാതെ ഇമാമുകളെ റബ്ബുകളായി സ്വീകരിക്കുന്നത്. ഇതുപോലെ സൂഫിയാക്കൾ ത്വരീഖത്തിന്റെ ആൾക്കാരെ, ത്വരീഖത്തിന്റെ നേതാക്കന്മാരെ, അതേപോലെ ഷെയ്ഖുമാരെയൊക്കെ അവരുടെ റബ്ബുകളാക്കുന്നതായി. അവർ ഹലാലാക്കുന്നു, ഹറാമാക്കുന്നു. അതായത്
ഷേഖ് ഒരു കാര്യം ഹലാൽ എന്ന് പറഞ്ഞാൽ അത് ഹലാലാണ്, ഷേഖ് ഒരു കാര്യം ഹറാം എന്ന് പറഞ്ഞാൽ ശരിയത്ത് നോക്കേണ്ട അത് അവർക്ക് ഹറാമാണ്. യഖൂലൂന അവർ പറയും അൽ മുരീദ് യംബഗി അൻ യകൂന മഅ ഷൈഖിൽ മയ്യിത്ത് ബൈന യദി ഗാസിലി. മയ്യത്ത് അതിനെ കുളിപ്പിക്കുന്ന ആളുടെ മുമ്പിൽ എങ്ങനെയാണോ, മയ്യത്തിന് ഒരു അനക്കൊണ്ടാവില്ലല്ലോ, കുളിപ്പിക്കുന്ന ആളെ അങ്ങോട്ട് തിരിച്ചാൽ മയ്യത്ത് അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിയും എന്നതുപോലെ ആണ് ഷെയ്ഖിന്റെ അടുത്ത് മുരീദ്. ഷെയ്ഖ് പറയുന്ന അപ്പടി, ഷെയ്ഖ് ചെയ്യുന്ന അപ്പടി മുരീദ് ചെയ്യുക, അംഗീകരിക്കുക, അതിന് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. അപ്രകാരം തന്നെ ഷെയ്ഖ് തെളിവിന് എതിരാണെങ്കിലും എന്താണ് ഷെയ്ഖിന്റെ അപ്രകാരം അപ്പടി തന്നെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് പക്ഷപാതപരമായിട്ടുള്ള നിലപാട്, ഷെയ്ഖുമാരോടുള്ള പക്ഷപാതപരമായിട്ടുള്ള നിലപാട് സൂഫിസത്തില്. ഇനി ഈ നസ്സുകളുടെ പ്രമാണങ്ങളിൽ നിന്നുള്ള ഗ്രഹിക്കാവുന്ന വിവരണം ധാരാളം മസ്അലകൾ ഇതിൽ നിന്ന് പിടിക്കാവുന്നതാണ്. ഇനി ഈ അധ്യായത്തിൽ ഉദ്ധരിച്ച ആയത്തുകളും ഹദീസുകളും അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മസ്അലകൾ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചുരുക്കി പറയാൻ സത്യത്തിൽ അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസ്അല ഫിൽ ആയത്തി അൽ ഊല ദലീലുൻ അല അന്ന മിനൽ യഹൂദി വന്നസാറ മൻ യുഅ്മിനു ബിൽ ജിബ്തി വത്വാഗൂത്ത്. ഒന്നാമത്തെ ആയത്തിൽ ജിബ്തിലും താഗൂത്തിലും യഹൂദി നസാറാക്കൾ വിശ്വസിക്കുമെന്നതിന് തെളിവുണ്ട്. ജിബ്ത് ക്ഷുദ്ര കാര്യങ്ങൾ, താഗൂത്ത് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവ, അല്ലെങ്കിൽ ഹുവ അഷിർക്ക്, അതായത് അതെന്തൊക്കെയാണ് ഷിർക്ക്, സിഹർ, കിഹാനത്ത് അല്ലെങ്കിൽ ജ്യോതിഷം, സിഹ്റന മാരണം, ത്വീറത്ത്, ത്വീറത്ത് എന്ന് പറഞ്ഞാൽ ശകുനം നോക്കൽ, വത്തൻജീം നക്ഷത്രം ഫലം നോക്കൽ, വൽഹുക്കും ബിഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹു അല്ലാത്തത്, അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്തത് കൊണ്ട് വിധിക്കൽ, അന്തിമമായിട്ട് അള്ളാഹുവിന്റെ വിധി അല്ല ശരി എന്ന നിലക്ക് അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള നടപടികൾ, വിധികൾ ഒക്കെ. അപ്പൊ അവരോട് സദൃശമായിട്ട് ജിബത്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നവർ ഈ ഉമ്മത്തിലും മുസ്ലിം ഉമ്മത്തിലും കാണപ്പെടും എന്നത്. ജിബത്ത് എന്ന ശുദ്രങ്ങൾ, താഗൂത്ത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ. അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസ്അല ഫിൽ ആയത്തി ദലീലുൻ അല അന്നൽ മുവാഫഖത ലഹും ഫിൽ ളാഹിരി തുസമ്മ ഈമാനൻ. അപ്പൊ അവരോട് പ്രത്യക്ഷത്തിൽ യോജിക്കൽ തന്നെ ഈമാനാണ്. വലൗ ലം യുവാഫിഖുഹും ബിൽ ബാത്തിൻ, ആന്തരികമായിട്ട് അവരോട് യോജിച്ചില്ലെങ്കിലും. ലിഅന്നൽ യഹൂദ ലമ്മാ ഖാലു ലികുഫാരി ഖുറൈശ്, കാരണം യഹൂദികൾ ഖുറൈശി കുഫാറുകളോട് പറഞ്ഞപ്പോൾ അന്തും അഹ്ദാ മിനല്ലദീന ആമനു സബീല, സത്യവിശ്വാസികൾ അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും അവരെക്കാട്ടിലും നിങ്ങളാണ് ഹിദായത്തിൽ ഉള്ളവർ എന്ന് ബിംബാരാധകരായ ഖുറൈശി കുഫാറുകളോട് യഹൂദികൾ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഹും ബിൽ ഫിൽ ബാത്തിനി യഅ്തഖിദൂന ബുത്ലാന ഹാദൽ കലാം, ഇത് ശരിയല്ല, ഈ സംസാരം ശരിയല്ല, അത് ബാത്തിലാണെന്നുള്ള അവർക്ക് വിശ്വാസമുണ്ട്, ഉള്ളിൽ അവർക്ക് വിശ്വാസമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ് അവരുടെ ദീനുമായിട്ട് കൂടുതൽ യോജിച്ചത്. ഖുറൈശി കുഫാറുകൾ എന്ന് പറഞ്ഞാൽ പച്ചക്ക് ബിംബാരാധന നടത്തുന്നവരാണ്. അപ്പൊ അവരെക്കാട്ടിലും മെച്ചം യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് തന്നെയാണ്. പക്ഷെ അവര് എന്ത് ചെയ്യാണ്, വലാകിന്നഹും വാഫഖുഹും ഫിൽ ളാഹിർ, പക്ഷെ പ്രത്യക്ഷത്തിൽ അവർ ഖുറൈശി കുഫാറുകളോട് യോജിക്കാൻ ചെയ്തത് ലിയഹ്സുലു അലാ മുനാസറതിഹിം ലഹും, കാരണം അവരുടെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും തകർക്കാൻ ഖുറൈശി കുഫാറുകളുടെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരത് ചെയ്തത്, പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ അവരങ്ങനെ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഉള്ളിൽ അവർക്ക് വിശ്വാസമില്ല. എന്നിട്ടും അവർ ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നവരാണെന്ന് ഖുർആൻ പറയുകയുണ്ടായി. വമാ ഹാദ സമ്മല്ലാഹു ഹാദ ഈമാനും, അതോടൊപ്പം തന്നെ ആന്തരികമായിട്ട് അവർക്ക് വിശ്വാസമില്ലായിട്ടും ഇതിനെ അള്ളാഹു ഈമാൻ എന്ന് വിശ്വസിപ്പിച്ചു. ബിൽ ജിബ്തി വത്താഗൂത്ത്, താഗൂത്തിലും ജിബ്തിലുമുള്ള വിശ്വാസം എന്ന്. അപ്പൊ കുഫറിനെയും സത്യനിഷേധത്തെയും കുഫാർ കാഫറുകളെയും മദ്ഹ് ചെയ്യുന്നവർ അവരുടെ നാവ് കൊണ്ട് ഇങ്ങനെ എന്നാലും അവരെ വെച്ചാണ് എന്ന നിലക്ക് അവരെ പുകഴ്ത്തുന്നവർ, അത് കുഫറിനെ, സത്യനിഷേധത്തെ, ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളെ പുകഴ്ത്തുന്നവർ, സത്യവിശ്വാസികളെ അപേക്ഷിച്ച് അവരെ ശ്രേഷ്ഠരാണ് എന്ന് പറയുന്നവർ അവർ ജിബ്ത് ത്വാഗൂത്തിൽ വിശ്വസിക്കുന്നവരായി പരിഗണിക്കപ്പെടും എന്നതാണ്. മാനസികമായിട്ട് അവരുടെ ഹൃദയം അവർ അതിനോട് യോജിക്കുന്നില്ലെങ്കിലും മാലം യക്കുൻ മുക്റഹൻ, നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിലൊഴികെ, നിർബന്ധിത അവസ്ഥയിൽ അങ്ങനെ പറയുന്നതിന് അല്ല. ഫഫീഹി റദ്ദുൻ അലൽ മുർജിഅത്തി അഹാദൽ അസ്ർ അല്ലദീന യഖൂലൂൻ, ഇക്കാലത്ത് പറയുന്ന മുർജികള്
എതിരെയുള്ള ഖണ്ഡനം ഇതിലുണ്ട്. ഇന്നമൻ തകല്ലം ബി കലാമിൽ കുഫ്രി, കുഫറിന്റെ സംസാരിക്കുന്നത് കാരണം ലാ യുകഫിറു, അത് അവര് കാഫറാകുകയില്ല, അത് കാഫറാക്കുന്ന കാര്യമല്ല. ഹത്താ യഅ്തഖിദ ഖൽബിഹി സിഹത്തമായ ഖൂൽ, അവർ പറയുന്നതിന്റെ സിഹത്ത് അവര് ഖൽബ് കൊണ്ട് വിശ്വസിക്കാതെ എന്ന്. അപ്പൊ കുഫർ പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ തന്നെ എന്തായി, അയാൾ കാഫറായിട്ടാണ് പരിഗണിക്കുക, അല്ലാതെ അയാളെ കൽബ് നോക്കിയിട്ടല്ല. കൽബ് ചികഞ്ഞു നോക്കാൻ ആർക്കാ കഴിയുക? അള്ളാഹുവിന് മാത്രമല്ലേ അറിയുള്ളൂ. ഇനി അൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ മസ്അല, ഫിൽ ആയത്തി സാനിയ, രണ്ടാമത്തെ ആയത്തിൽ ബയാനു അന്ന ഫി അഹ്ലിൽ കിതാബി മൻ അബദ ത്വാഗൂത്ത്. രണ്ടാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞത് അതിൽ ത്വാഗൂത്തിനെ ആരാധിക്കുന്നവർ അഹ്ലി കിതാബുകാരിലുണ്ട് എന്ന്. ബിമാന അന്നഹു ദഅ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു. ഔ ദബഹ ലിഗൈരില്ല, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അറുത്തു. ഔ നദറ ലിഗൈരില്ല, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കി. ഫലാ ബുദ്ദ അൻ യകൂന ഫി ഹാദിഹിൽ ഉമ്മ മൻ യഅബുദു ത്വാഗൂത്ത് തശബ്ബുഹും ബിഹി. അപ്പോൾ യഹൂദി നസാറാക്കളോട് സദൃശമായിട്ട് ത്വഗൂത്തിനെ ഇബാദത്ത് ചെയ്യുന്നവർ ഈ സമൂഹത്തിൽ, ഈ ഉമ്മത്തിൽ ഉണ്ടാകും എന്നതാണ്. അപ്പോ ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ശിർക്ക് ഒരിക്കലും സംഭവിക്കൂല എന്ന് വാദിക്കുന്നവർക്കെതിരെയുള്ള ഖണ്ഡനം ഇതിലുണ്ട്. ഹദീസ് യദുല്ലു, കാരണം ഹദീസ് തെളിയിക്കുന്നു അല അന്നഹു യൂജദു മൻ യതശബ്ബഹു ബിൽ യഹൂദി വന്നസറ ഫി ഇബാദത്ത് ത്വാഗൂത്ത് അല്ലതി മിൻഹാ ഇബാദത്തുൽ ഖുബൂരി വൽ അദ്രിഹ. അപ്പോൾ യഹൂദി നസാറാക്കളുടെ തഊത്തിനെ ഇബാദത്ത് ചെയ്യുക, ആരാധന ചെയ്യുന്ന വിഷയത്തിൽ തശ്ബീഹാകുന്നവർ, സദൃശമാകുന്നവർ കാണപ്പെടും എന്ന് ഹദീസിലുണ്ട് ഈ ഉമ്മത്തിന്. അപ്പൊ അല്ലതി മിൻഹാ അതിൽപ്പെട്ടതാണ് ഇബാദത്തുൽ ഖുബൂരി വൽ അദ്രിഹ, ദർഗകളെ, ഖബറുകളെ ഒക്കെ ഇബാദത്ത് ചെയ്യുക, ഖബറാരാധന നടത്തുന്നവർ. വമിൻഹൽ ഹുക്മു ബിഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതല്ലാത്ത കൊണ്ട് വിധി നടത്തുക, അതൊക്കെ ചെയ്യുന്നവർ, അതൊക്കെ ത്വാഗൂത്തിനുള്ള ആരാധനയാണ്. അപ്രകാരം ത്വാഗൂത്തിന്റെ ഇബാദത്തുകളിൽ പെട്ടതാണ് ധാരാളം കാര്യങ്ങൾ അതിൽപ്പെട്ടതുണ്ട് എന്ന്. അൽ മസ്അലത്തു റാബിഅ, നാലാമത്തെ മസ്അല, ഫിൽ ആയത്തി സാനിയ ദലീൽ അലാ ദിക്രി ഉയൂബിൽ മർദൂദി അലൈഹി. മർദൂദ് അലൈഹി, അതായത് എതിർത്ത് മറുപടി നൽകപ്പെടുന്ന ഇയാളുടെ തെറ്റുകളും കുറ്റങ്ങളും എടുത്തു പറയാ എന്നതിൽ തെളിവുണ്ട്. എന്താണ്? അപ്പോ എതിർ വിഭാഗത്തെ കുറിച്ച് പറയാണ് അവിടെ. അവരെ അള്ളാഹു അഹ്ലി കിതാബുകാരിൽപ്പെട്ട ചിലരെ അള്ളാഹു കുരങ്ങുകളും പന്നികളുമാക്കി എന്ന് പറഞ്ഞു. അത് നിന്ദ്യമായ കാര്യമാണല്ലോ, അതെടുത്തു പറഞ്ഞു. അപ്പോ നമ്മൾ ആദർശപരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ അതിലെ നമ്മളെ എതിർക്കുന്ന ഈ ഭാഗത്തെ, അവരുടെ ന്യൂനതകൾ നമ്മൾ എടുത്തു പറയുന്നതിൽ കുഴപ്പമില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന്. അതാണ് ഒരു കാര്യം. അടുത്തത് അൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ കാര്യം, ഫിലായ റദ്ദുൻ അലാ മൻ യഖൂൽ അൻഹു യൻബഗി ദിക്റു മഹാസിനിൽ മർദൂദി അലൈഹി വഹുമാ യുസമ്മൂനഹു ബിൽ മുവാസനാത്ത്. ചില ആൾക്കാർ പറയാറുണ്ട്, ഈ നമ്മൾ ആദർശപരമായിട്ട് ഖണ്ഡനം നടത്തുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്നവർ, നമ്മുടെ ഭൗതിക താല്പര്യമല്ല, നമ്മുടെ ദീനിയാ താല്പര്യം, അപ്പൊ അതിനെതിരെ നിൽക്കുന്നവർ അവരുടെ നന്മകൾ പറയണം എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അതിനെതിരെയുള്ള ഖണ്ഡനമാണിത്. അവര് അതിനെന്താ വിളിക്കുക? മുവാസനാത്ത് എന്നാണ്, ഒപ്പിക്കല. അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നാണ് ഈ ആയത്തിലുള്ള തെളിവ് എന്നാണ് ഇവിടെ ഷെയ്ഖ് അവർ അഭിപ്രായപ്പെടുന്നത്. ഇനി അതേപോലെ വഴിപിഴച്ച ആളുകള്, ബിദഅത്തിന്റെ ആൾക്കാർ, അവരുടെ നന്മകൾ പറയാന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ശരിയല്ല. അള്ളാഹു അവരുടെ അയ്ബുകൾ, ന്യൂനതകളാണ് പറഞ്ഞത്. നന്മകളൊന്നും പറഞ്ഞില്ല. അപ്പോ ഇത് ചിലക്കിപ്പം മനസ്സിലാവില്ല. എന്താ ബിദഅത്ത് ചെയ്യുന്ന ആൾക്കാർ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പിന്നെ പണ്ഡിതന്മാർ ആരാവട്ടെ, അവർ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നോക്കാം, അതിനെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അങ്ങനെ എടുത്തു പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? ആ ബിദഅത്തിനെ അത് പ്രൊമോട്ട് ചെയ്യാനായി മാറും. കേട്ടോ, ഇവര് സലഫികള് അല്ലെങ്കിൽ തൗഹീദിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ഇവര് ആ ഉസ്താദിനെ പറ്റി അദ്ദേഹത്തിന്റെ മേന്മ പറഞ്ഞിട്ടുണ്ട്, ആ മുസ്ലിയാരുടെ മേന്മ പറഞ്ഞിട്ടുണ്ട്. അയാള് കുത്തുബിയത്തൊക്കെ നടത്തുന്ന ആളാണ്, എന്നിട്ടും ഇയാൾ മേന്മ പറഞ്ഞല്ലോ, അയാൾ ചെയ്യുന്ന നല്ല കാര്യത്തെ പ്രശംസിച്ച് പറഞ്ഞല്ലോ എന്ന് അതിനെ എടുത്തുദ്ധരിക്കുമ്പോൾ, അവരുടെ നന്മകൾ എടുത്തുദ്ധരിക്കുമ്പോൾ അത് അവരുടെ
അവർ ചെയ്യുന്ന ചില തെറ്റുകൾ. കാരണം സമൂഹത്തിൽ അധിക ആളുകളും അത് തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അതിനൊരു അംഗീകാരം കൊടുക്കലും അതിന്റെ പ്രചരണത്തിനും അത് കാരണമായേക്കും എന്നതാണ്. ففي الآية رد صريح على هذه المقالة التي يراد بها منها السكوت عن البدع والخرافات. അപ്പോൾ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും അത്യാചാരങ്ങളും അനാചാരങ്ങൾ അതിന് എതിരെ മിണ്ടാതിരിക്കണം എന്നതിന് എതിരായിട്ടുള്ള ഖണ്ഡനം വ്യക്തമായിട്ട് ഇതിലുണ്ട്. സത്യത്തിനെതിരെ നിൽക്കുന്നവർ മുബത്തദികളും അവരുടെ നന്മകൾ പരാമർശിക്കണം എന്നതിനും എതിരായിട്ടുള്ള ഖണ്ഡനമുണ്ട്. അൽ മസ്അലത്തു സാദിസ, ആറാമത്തെ മസ്അല ഫിൽ ആയത്തി സാലിസ, മൂന്നാമത്തെ ആയത്തിലുണ്ട് ദലീലുൻ അലാ അന്നഹു കാന ഫിൽ ഉമ്മി സാബിഖ മൻ യബ്നിൽ മസാജിദ അലൽ ഖുബൂർ. സൂറത്തുൽ കഹ്ഫിൽ ആയത്ത് പറഞ്ഞല്ലോ, തഖദന അലൈഹിം മസ്ജിദ എന്ന് പറഞ്ഞേ, അവർക്ക് മേൽ നാം ഒരു ഖബർ ഉണ്ടാക്കും എന്ന് പറഞ്ഞേ. അതെ, അപ്പോ മുൻകാല ഉമ്മത്തുകളിലെ ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ പണിയുന്നവരുണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട്. ഫലാബുദ്ദ അൻ യൂജദ ഫി ഹാദിഹിൽ ഉമ്മ മൻ യബ്നിൽ മസാജിദ അലൽ ഖുബൂർ വഖദ് വഖഅ ഹാദാ. അപ്പോൾ ഈ ഉമ്മത്തിനും ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ ഉണ്ടാക്കുന്ന വഴിപിടച്ച ആളുകൾ ഉണ്ടാകും. അതാകട്ടെ സംഭവിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അൽ മസ്അലത്തു സാബിഅ, ഏഴാമത്തെ മസ്അല ഫിൽ ഹദീസി ദലീൽ അലാ മുഅ്ജിസത്തിൻ മിൻ മുഅ്ജിസാത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകളിൽപ്പെട്ട അമാനുഷിക കാര്യങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങൾ അതിനുള്ള തെളിവുണ്ട്. ഹൈതു എന്നതിലേക്ക് അഖ്ബറ, നബി അറിയിച്ചു, അന്നഹു സയകൂനു ഫി ഹാദിഹിൽ ഉമ്മ മൻ യതശബ്ബഹു ബിൽ യഹൂദി വൻ നസാറ. യഹൂദി നസാറാക്കളോട് സദൃശമാകുന്ന ഒരു വിഭാഗം ആളുകൾ ഈ മുസ്ലിം ഉമ്മത്തിലുണ്ടാകും, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലുണ്ടാകും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുൻകൂട്ടി. അതൊരു പ്രവചനമാണ്. അത് ആ ഭാവി കാര്യം പ്രവചിച്ചു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ്. അത് അള്ളാഹു അറിയിച്ചു കൊടുത്ത പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്നുള്ളതാണ്. വഖദ് വഖഅ കമാ അഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ സംഭവിക്കുകയും ചെയ്തോടെ. അൽ മസ്അലത്തു സാമിന, എട്ടാമത്തെ കാര്യം ഫിൽ ഹദീസി ദലീലുൻ അലാ തഹ്രീമി തശബ്ബുഹ് ബിൽ യഹൂദി വൻ നസാറ. യഹൂദി നസാറാക്കളോട് തശബ്ബുഹാക, സദൃശമാകൽ ഹറാമാണ് എന്നതിനുള്ള തെളിവ് ഇതിലുണ്ട്. അൽ മസ്അലത്തു താസിഅ, ഒമ്പതാമത്തെ ഫിൽ ഹദീസി ദലീലുൻ തർജമ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മ യഅബുദു അൽ ഔസാൻ. ഈ ഉമ്മത്തിലെ ചിലർ ബിംബങ്ങളെ ആരാധിക്കുമെന്നും പറഞ്ഞതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ലിഅന്ന ഫിൽ യഹൂദി വൻ നസാറ മൻ യഅബുദുൽ ഔസാൻ, കാരണം യഹൂദി നസാറാക്കളിൽ വസനുകളെ ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാകും. ഫലാ ബുദ്ദ അൻ യൂജദ ഫി ഹാദിഹിൽ ഉമ്മ മൻ യതശബ്ബഹു ബിഹിം ഫയഅബുദുൽ ഔസാൻ. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലും ബിംബാരാധകരായ ഒരു വിഭാഗം ഉണ്ടാകും എന്ന്. അങ്ങനെ ബിംബാരാധകരാകുമ്പോൾ എന്താവും? അവര് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ളത് മറ്റൊരു വിഷയം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.